Welcome to another interesting video, and in this lecture we are going to deal with chapter 5 of Thoughts of Our Times, that is Universal Declaration of Human Rights, which was written by Leah Levin. Before discussing the contents of our essay, let me tell you that if you want to see more videos from your syllabus, that is from Writings on Contemporary Issues or Thoughts of Our Times, please check the description box and certain links will be given there. Then using that link you will be directed to that particular video, thus you can access those videos. Okay, coming back to our essay, and this extract which we have to study on human rights is adapted from Human Rights Questions and Answers by Leah Levin, the distinguished British human rights specialist, and this book was conceived by the UNESCO as a part of comprehensive system of education for human rights, democracy and peace. The book has since then been used by activists and non-governmental organizations involved in the promotion of human rights. Leah Levin introduces the need for emphasizing the importance of human rights and takes us through the various stages of the formulation of the Universal Declaration of Human Rights. She lists out its fundamental objectives and the provisions of the Charter that refer to a wide range of issues ranging from slavery to more recent issues concerning refugees and their rights. നമുക്ക് പഠിക്കുവാനുള്ള ഈ ഒരു എക്സ്ട്രാക്റ്റ് എടുത്തിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നുള്ള ലിയ ലെവിൻ്റെ വർക്കിൽ നിന്നാണ്. ലിയ ലെവിൻ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഹ്യൂമൻ റൈറ്റ്സ് സ്പെഷ്യലിസ്റ്റാണ്. ഈ ഒരു പുസ്തകം യുനെസ്കോ കൺസീവ് ചെയ്തിരിക്കുന്നതാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഡെമോക്രസി, പീസ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന പുസ്തകമാണിത്. ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ആക്ടിവിസ്റ്റും എല്ലാ ആളുകളും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തെ തന്നെയാണ്. ലിയ ലെവിൻ ഈ ഒരു വർക്കിലൂടെ നമ്മളുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, എന്തിനാണ് ഹ്യൂമൻ റൈറ്റ്സ്, എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്. രണ്ട്, എങ്ങനെയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓരോ സ്റ്റേജസും ഫോമുലേറ്റ് ചെയ്തത്. ഇത് ഇത്രയുമാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിലൂടെ ലിയ ലെവിൻ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കൂടാതെ ഈ ഒരു എക്സ്ട്രാക്റ്റിലൂടെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസും എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊമോഷൻസിന് പിന്നിലുള്ള മെക്കാനിസംസ്, ഏതൊക്കെ ഓർഗനൈസേഷനാണ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു എക്സ്ട്രാക്റ്റ് വഴി. കൂടാതെ ഇറ്റ് റിഫ്ലക്ട് സബ്സ്റ്റാൻഷ്യൽ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇന്നത്തെ കാലത്ത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫീൽഡിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വന്നെന്നുള്ളതും നമുക്ക് ഈ എക്സ്ട്രാക്റ്റിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള എക്സ്ട്രാക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ഫാക്ടറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റെപ്പറ്റീഷനായിട്ട് വന്നതാണല്ലേ, ടൈറ്റിൽ തൊട്ട് ഞാനിപ്പോൾ നിർത്തി അവിടം വരെ കുറേ തവണ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള വേർഡ് റെപ്പറ്റീഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എസ്സേയിൽ മുഴുവനും നമ്മൾ ഫെമിലിയർ ആകേണ്ട ഒരു ടേമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യാവകാശം അല്ലേ, നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മലയാളം മനുഷ്യാവകാശമാണ്. പക്ഷേ എന്താണ് മനുഷ്യാവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും അർഹതയായി കരുതപ്പെടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും ഫ്രീഡത്തിനെയുമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലെ സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുമ്പോഴും നമ്മുടെ ജനാധിപത്യക്രമം പാലിക്കപ്പെടാതിരിക്കുമ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഫ്രീഡം ഒക്കെ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കുമ്പോഴും ഇല്ലാതാവുന്നത് മനുഷ്യാവകാശങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ഏതൊക്കെ രീതിയിൽ അതിനെ സംരക്ഷിക്കണം, എങ്ങനെയാണ് ഈ ഒരു സോക്കോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോം ചെയ്തത്, അതിൻ്റെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മുടെ എസ്സേയിൽ ഉടനീളം പറയുന്നത്. So let us start reading our extract. Human beings are born equally in dignity and rights. These are moral claims which are inalienable and inherent in all human individuals by virtue of their humanity alone. These claims are articulated and formulated in what we today call human rights and have been translated into legal rights established according to the law-creating processes of societies, both national and international. The basis of these legal rights is the concern of the governed, that is the concern of the subject of the rights. The values of dignity and equality of all members of the human race, like many other basic principles which underlie what we today call human rights, can be found in virtually every culture and civilization, religion and philosophical tradition.
നമ്മുടെ എക്സ്ട്രാക്റ്റിൻ്റെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഐഡിയ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്വയം അവെയർ ആവുകയാണ് എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്വയം ബോധവൽക്കരാവുകയാണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഐഡിയ, മനുഷ്യാവകാശങ്ങൾ എന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നൽകുന്നത് പുതിയ തരത്തിലുള്ള ഒരു അറിവാണ്. അതെന്തെന്നാൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും തുല്യരാണെന്നും എല്ലാവർക്കും അവരവരുടേതായ മഹത്വം ഉണ്ടെന്നുമുള്ളതാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ അവകാശം പിടിച്ചെടുക്കുവാനോ കൈയടക്കി വെക്കുവാനോ സാധിക്കില്ല. ഇപ്പം എനിക്ക് ചെന്നിട്ട് ഒരാളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നും പറഞ്ഞാൽ അയാളുടെ ബേസിക് റൈറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമില്ല. കാര്യം ആരും ആരെയും കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ജനറലായ അല്ലെങ്കിൽ നാച്ചുറലായ രീതിയെ ഡിപ്പെൻഡ് ചെയ്തും അത് കൺസിഡർ ചെയ്തും അതിനോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ്, സൊസൈറ്റിയിലെ ജനങ്ങളുടെ അനുവാദത്തോടും കൂടി കുറേ ഹ്യൂമൻ റൈറ്റ്സ് ലീഗൽ റൈറ്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദീസ് ലീഗൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദി ലോസ്. ഇപ്പം നമ്മുടെ നാട് എന്ന് പറയുന്നത് പല രീതിയിലുള്ള കൾച്ചേഴ്സ്, പല രീതിയിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഒക്കെ ഉള്ളതാണ്. എല്ലാത്തിനും ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ലീഗൽ റൈറ്റ്സും ഓരോ സമൂഹത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫ്ലെക്സിബിളായി ലഭിക്കുന്നുണ്ടോ? പല ആളുകൾക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, പക്ഷെ അതിനെ ഫോളോ ചെയ്തായിരിക്കില്ല അവർക്ക് ജീവിക്കേണ്ടി വരുന്നത്. അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓരോ നിമിഷവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടായിരിക്കാം. മേ ബി അവരുടെ പത്തറ്റിക് ആയിട്ടുള്ള മിസറബിൾ ലൈഫ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം അവർക്ക് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ശരിയായ രീതിയിൽ ഫ്ലെക്സിബിളായി അവരുടെ കയ്യിൽ ഒതുങ്ങാത്തത്. പക്ഷേ ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. മാത്രമല്ല അവർക്ക് തുല്യമായി ആ അവകാശങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാനും സാധിക്കുന്നു ഈ ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. Human life and human dignity have been disregarded throughout history and continue to be disregarded today. Nevertheless, the idea of rules common to all citizens dates back many centuries. What has been called natural law implies the concept of a body of rules which ought to prevail in society. The principle of equality in rights recognized in natural law was long accepted in many societies, yet discrimination continues to exist due to ignorance, prejudice, and fallacious doctrines which try to justify inequality. ലിയ ലെവിൻ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഹ്യൂമൻ ലൈഫും ഹ്യൂമൻ ഡിഗ്നിറ്റിയും കാലാകാലങ്ങളാൽ ഡിസ്റിഗാർഡായി കണ്ടുവരുന്നവയാണ്. നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ഇവൻറ്റ്സിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഡിസ്റിഗാർഡായി കണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ കാലത്തും ഈ അവസ്ഥ തന്നെയാണ് തുടരുന്നത്. നിർഭാഗ്യവശാൽ പഴയ ഹിസ്റ്ററി തന്നെയാണ് ഇപ്പോഴും പലയിടത്തും കണ്ടിന്യൂ ചെയ്യുന്നത്. പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് സം ഓഫ് ദെയർ റൈറ്റ്സ് ഡ്യൂ ടു ഇഗ്നറൻസ്, prejudice and fallacious doctrines. അവർക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നില്ല. എല്ലായിടത്തും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ആ ഡിസ്ക്രിമിനേഷൻ ഒന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മുൻധാരണ കാരണമായിരിക്കാം, അതല്ല എങ്കിൽ തെറ്റായ തത്വങ്ങൾ ഫെലേഷ്യസ് ഡോക്ട്രൈൻസ് കാരണമായിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഇനീക്വാളിറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നവയാണ്. Such doctrines have been used to define slavery and discrimination on the grounds of sex, race, color, descent, national or ethnic origin, or religious belief, or the basis of class or caste system throughout history and unfortunately in modern times. The ideas of elaboration and protection of the rights of human beings have been gradually transformed into written norms. Many important landmarks led the way, such as in England, Magna Carta 1215, the Petition of Rights 1628 and the Bill of Rights 1689. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല ജനങ്ങൾക്കും അവരുടെ റൈറ്റ്സ് അവരിലേക്ക് എത്തിച്ചേരാത്തത് അവരുടെ ഇഗ്നറൻസും പ്രെജുഡൈസും ഈ ഫെലേഷ്യസ് ഡോക്ട്രൈൻസും കാരണമാണ്. കാരണം ഇവയെല്ലാം ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇനീക്വാളിറ്റീനെയാണ്. ഇങ്ങനെയുള്ള തെറ്റായ തത്വങ്ങൾ സ്ലേവറിയെയും സെക്സ്, റേസ്, കളർ, ഡിസെൻറ്റ്, നാഷണൽ ഓ എത്നിക് ഓറിജിൻ ഓ റിലീജിയൻ എന്നു തുടങ്ങിയ ഡിസ്ക്രിമിനേഷനെയും ഡിഫെൻഡ് ചെയ്യുന്നവയാണ്. ഈ ഒരു പ്രവണത പണ്ട് കാലത്തും ഉണ്ട്, എന്നാൽ നമ്മുടെ ഒരു കഷ്ടകാലം ഇപ്പോൾ തുടരുകയാണ്. നിർഭാഗ്യവശാൽ ഇന്നും ഈ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ റൈറ്റ്സിൻ്റെ കേസിലും ഫോളോ ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മുടെ എസ്സേയിൽ എക്സ്ട്രാക്റ്റിൽ പറയുന്നത് നമ്മൾ നോക്കുന്നതും ഡെവലപ്മെൻറ്റ് ഓർ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെയാണ്. അതായത് മാഗ്ന കാർട്ട 1250, 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, 1689 ബിൽ ഓഫ് റൈറ്റ്സ്.
ഈ 3 ട്രീറ്റീസ് വഴിയാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യകാലങ്ങൾ തൊട്ടേ ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കാരണമായത്. ഇപ്പോൾ മാഗ്ന കാർട്ട എന്താണ് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ടേമാണ് ഈ മാഗ്ന കാർട്ട, കിങ് ജോൺ, ചാൾസ് I ഒക്കെ. അപ്പോൾ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മാഗ്ന കാർട്ട 1215 നിലവിൽ വന്നത്. So we can understand that during the early times itself people started fighting for the human rights എന്നുള്ളത്. It is a royal charter of rights agreed by King John of England to make peace. It promised the protection of church rights, access to swift justice and protection of the barons from illegal imprisonment etc. 1215 കാലഘട്ടത്തിൽ കിങ് ജോൺ ആണ് മാഗ്ന കാർട്ട സൈൻ ചെയ്തത്. ഇത് നമുക്ക് കുട്ടിക്കാലം തൊട്ടേ അറിയാം എന്താണ് മാഗ്ന കാർട്ട എന്നുള്ളത്. ചേർച്ച് റൈറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന റൂളായിരുന്നു മാഗ്ന കാർട്ട. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1628 നിലവിൽ വന്ന വർഷം. ഈ വഴി ചാൾസ് ഫസ്റ്റ് എന്ന രാജാവിൻ്റെ മെമ്പേഴ്സിന് സിവിൽ റൈറ്റ് അഥവാ പൗരാവകാശം എൻഷുർ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനകത്ത് പറയുന്നത് 1628. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ബിൽ ഓഫ് റൈറ്റ്സ് വഴിയാണ് പാർലമെൻറ്റ് നമ്മുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ രാജാവിന് കിങ്ങും പീപ്പിളും തമ്മിലുള്ള കൺട്രോൾ റിഡ്യൂസ് ചെയ്യുകയും ചെയ്തത്. കാര്യം പണ്ടത്തെ കാലത്ത് രാജാവായിരുന്നല്ലോ ജനങ്ങൾ അമിതമായ രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ബിൽ ഓഫ് റൈറ്റ്സ് വന്നതിന് ശേഷം പാർലമെൻറ്റ് നമ്മുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുകയും രാജാവിന് ജനങ്ങളുടെ മേൽ ആ കൺട്രോൾ റിഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഈ 3 ട്രീറ്റീസും ഫസ്റ്റ് വേൾഡ് വാറിന് മുൻപേ തന്നെ സൈൻ ചെയ്യപ്പെട്ടവയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ആദ്യകാലം തൊട്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആളുകൾ മനസ്സിലാക്കി തുടർന്നിരുന്നു എന്നുള്ളത്. During the 18th century, the early ideas of natural law developed into an acceptance of natural rights as legal rights. And these rights for the first time were written into national constitutions, thus reflecting an almost contractual relationship between the state and the individual, which emphasized that the power of the state derived from the accent of the free individual. 18th സെഞ്ച്വറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു നാച്ചുറൽ റൈറ്റ്സിനെ ലീഗൽ റൈറ്റ്സ് ആയിട്ട് മാറ്റുന്ന ചില കാര്യങ്ങളില്ലേ. അപ്പോൾ ഇവയെല്ലാം നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ദസ് റിഫ്ലക്റ്റിംഗ് ആൻ ഓൾമോസ്റ്റ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദി ഇൻഡിവിജ്വൽ. നമുക്കറിയാമല്ലോ സ്റ്റേറ്റാണ് പുതിയ റൂൾസ് കൊണ്ടുവരുന്നതും എന്തൊക്കെ ചെയ്യണം, അത് ചെയ്യണോ, ഇത് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ്സ് പ്രപ്പോസ് ചെയ്യുന്ന റൂൾസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ പലപ്പോഴും അത് ഇൻഡിവിജ്വലിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ആൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുന്ന 2 ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചും ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ഓഫ് 1789 ആൻഡ് ദ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് 1791 were based on this premise. During the 19th century, this principle was adopted by a number of independent states, and social and economic rights also began to be recognized. Despite the recognition accorded to the human rights in national constitutions, these rights were sometimes curtailed or eliminated by legislation or by arbitrary means, and perhaps generally by informal social mechanisms. Moreover, human rights, in spite of their status as legal rights, were often violated by states themselves. 19th century ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും എന്താണ് സോഷ്യൽ റൈറ്റ്സ്, എന്താണ് എക്കണോമിക്സ് റൈറ്റ്സ് എന്ന വ്യക്തമായ ഒരു തിരിച്ചറിവ് ജനങ്ങളിലേക്കുണ്ടായി. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയെങ്കിൽ കൂടി കൂടുതലായി സോഷ്യൽ റൈറ്റ്സ് എന്താണെന്നും എക്കണോമിക് റൈറ്റ്സ് എന്താണെന്നും അവർ ശ്രദ്ധിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റൂൾസ് എല്ലാം പുസ്തകത്താളുകളിൽ ഇപ്പം നമ്മൾ എഴുതി അറിയിച്ച് വെച്ചിട്ടുണ്ട്, റിട്ടൺ എവിഡൻസ് ആയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇവയൊന്നും പാലിക്കപ്പെടാറില്ല. ഇതിനെയൊക്കെ പല സമയങ്ങളിൽ പല ആളുകൾ ചേർന്ന് എലിമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കർട്ടയിലാക്കുകയോ ആണ് ചെയ്യുന്നത്. ഇവയുടെ എല്ലാം പിന്നിലായിട്ടുള്ളത് ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ മെക്കാനിസംസ് ആണ്. ഈ പറയുന്ന എല്ലാ റൂൾസും അല്ലെങ്കിൽ എല്ലാ ലോസ്, ലീഗൽ റൈറ്റ്സ് ഇതെല്ലാം കൊണ്ടുവരുന്നത് സ്റ്റേറ്റ്സ് ആണെങ്കിൽ പോലും പലപ്പോഴും അത് വയലേറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റ്സ് തന്നെയാണ്. Then our writer talks about certain other documents established related to this, that is
The first international treaties concerning human rights were linked with the acceptance of freedom of religion. Example, the Treaties of Westphalia of 1648 and the abolition of slavery. Slavery had already been condemned by the Congress of Vienna in 1815, and a number of international treaties on the abolition of slavery appeared in the second half of the 18th century. Example, the Treaty of Washington of 1862, documents of the conference in Brussels in 1867 and 1890, and in Berlin in 1885. Another field of international cooperation was the elaboration of the laws of war. Example, the Declaration of Paris of 1856, the First Geneva Convention of 1864, and the second of 1906, and the Hague Convention of 1899 and 1907. The creation of the International Committee of the Red Cross, ICRC, in 1864 contributed greatly to these developments. ഹ്യൂമൻ റൈറ്റ് റിലേറ്റ് ചെയ്തുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രീറ്റി എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ട്രീറ്റീസ് ഓഫ് വെസ്റ്റ്ഫാലിൻ 1648 അതിൽ തന്നെ സ്ലേവറിയെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. 1815 ഇത് കോൺഗ്രസ് ഓഫ് വിയനയിൽ അബോളിഷ് ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. 19th സെഞ്ച്വറിയുടെ പകുതിയായപ്പോൾ കുറേ അധികം ഇൻ്റർനാഷണൽ ട്രീറ്റീസ് സ്ലേവറി അബോളിഷൻ റിലേറ്റഡ് ആയി വന്നിട്ടുണ്ട്. അതാണ് ഈ ട്രീറ്റീസ് ഓഫ് വാഷിങ്ടൺ 1862, ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കോൺഫറൻസ് ഇൻ ബ്രസൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വന്നു. ഒന്നിലൊന്നും നിർത്തിയില്ല. തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ട്രീറ്റീസ് സ്ലേവറി അബോളിഷനെ റിലേറ്റ് ചെയ്തിട്ട് വന്നു. അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. പിന്നീട് പറയുന്നത് വാർ റിലേറ്റഡ് ട്രീറ്റീസിനെ കുറിച്ചാണ്. ഡിക്ലറേഷൻ ഓഫ് പാരീസ് ഓഫ് 1856, ജനവ കൺവെൻഷൻ എന്നൊക്കെ ഞാനിപ്പോൾ മെൻഷൻ ചെയ്തില്ലേ, ആ ട്രീറ്റീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനം എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിശ്വാസം വന്നു. അതായത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വയലേറ്റ് ആകുവാനുള്ള സാധ്യതകൾ അധികമാണെന്ന് അവർക്ക് തോന്നി. അതിനായി ഇൻ്റർനാഷണൽ ഗ്യാരണ്ടി വേണമെന്ന് അവരൊരു നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. സിൻസ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദർ ഹാസ് ബീൻ എ ഗ്രോയിങ് ബിലീഫ് ദാറ്റ് ഗവൺമെൻറ് അലോൺ കനോട്ട് സേഫ് ഗാർഡ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് റിക്വയർ ഇൻ്റർനാഷണൽ ഗ്യാരണ്ടീസ്. ആദ്യത്തെ യൂണിവേഴ്സൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായ ലീഗ് ഓഫ് നേഷൻ പോലും വേൾഡ് വാറിന് ശേഷം ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണിത്. അതുപോലും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി മെൻഷൻ ചെയ്തില്ല. ലീഗ് എന്താണ് ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിനെ ഇൻ്റർനാഷണൽ മീൻസ് വഴി എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന ഒരു രീതിയിലായിരുന്നു അവർ നിലപാടെടുത്തിരുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം കൺസേൺസ് ലിമിറ്റഡ് ആയി എന്നാണ് പറയുന്നത്. പല സാഹചര്യങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള അവരുടെ നിലപാടുകൾ ചുരുങ്ങിപ്പോയി എന്നാണ് നമ്മുടെ റൈറ്റർ മെൻഷൻ ചെയ്യുന്നത്. 20th സെഞ്ച്വറിയിൽ നടന്ന ഒരു കാര്യം നമ്മുടെ റൈറ്റർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ചില കാര്യങ്ങൾ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റിലേക്ക് നീങ്ങുകയും ആൻഡ് ഇറ്റ് വാസ് ഇലാബറേറ്റഡ് ബൈ ദി ILO in 1919. അതോടൊപ്പം 1926 ഇൻ്റർനാഷണൽ സ്ലേവറി കൺവെൻഷൻ എൻഡ് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. അതൊരു ലെങ്തി എഫേർട്ടാണ് അന്ന് അവിടെ അവസാനിച്ചത്. ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻ വന്നു. പ്രത്യേകിച്ച് റെഫ്യൂജീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതടക്കം ഒരുപാട് കൺവെൻഷൻസ് വന്നു. അപ്പോൾ ചിന്തിക്കുക, എത്രത്തോളം ട്രീറ്റീസ് നമ്മളിപ്പോൾ പറഞ്ഞു, എത്രത്തോളം ഡോക്യുമെൻറ്റ്സ്, എത്രത്തോളം മൊമെൻറ്റ്സ് അല്ലേ. പക്ഷേ പലയിടത്തും ഹ്യൂമൻ റൈറ്റ്സ് ലോ ഒരിക്കലും ഇൻ്റർവാൽ പീരീഡിൽ വന്നിട്ടില്ല. Then our writer says that the Second World War brought about massive abuse of human life and dignity and attempts to eliminate entire group of people because of their race, religion or nationality. Thus it became clear that international instruments were needed to codify and protect human rights because respect for them was one of the essential conditions for world peace and progress. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതവും അവരുടെ അഭിമാനവും എല്ലാം ഒരുപാട് തരം താഴ്ന്ന രീതിയിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു. അവരൊരുപാട് ഹ്യൂമിലിയേഷൻസിന് വിക്റ്റിമായി. അവരുടെ അന്തസ്സില്ലാത്ത മരണങ്ങളിലേക്കാണ് അവരെത്തിച്ചത്. അവരുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യപ്പെട്ടത്. മാത്രമല്ല റേസിൻ്റെയും റിലീജിയൻ്റെയും നാഷണാലിറ്റിയുടെയും പേരിൽ ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇന്ന വംശത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യകത ഇവിടെ വന്നു. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലോകത്തിലേക്ക് ഒരു വേൾഡ് പീസും പ്രോഗ്രസ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് അവിടെ ബോധ്യമായി.
This conviction was reflected in and reinforced by the Charter of the United Nations on 26 June 1945. The Charter states that the fundamental objective of the universal organization, namely to save succeeding generation from the scourge of war and to reaffirm faith in fundamental human rights, in the dignity and worth of the human person, and in the equal rights of men and women. Article 1 of the Charter states that one of the aims of the United Nations is to achieve international cooperation in promoting and encouraging respect for human rights and for fundamental freedoms for all without distinction as to race, sex, language, or religion, thus ensuring the principle of non-discrimination. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായതിനെ തുടർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും UN ചാർട്ടർ നിലവിൽ വന്നു. 26 ജൂണിൽ 1945 അപ്പോൾ ആ സമയത്ത് അതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് ഞാനിപ്പോൾ പറയാം. ഒന്ന്, വരാൻ പോകുന്ന ജനറേഷനെ വാറിൽ നിന്ന് വിമുക്തമാക്കുക എന്നതാണ്. കൂടാതെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണമെന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. ഈ ചാർട്ടറിൻ്റെ ആർട്ടിക്കിൾ 1 പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും റേസ്, ലാംഗ്വേജ്, സെക്സ് ഇതൊന്നും നോക്കാതെ ആളുകളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്നും കൂടിയാണ് പറയുന്നത്. പക്ഷേ ഈ ചാർട്ടറിൻ്റെ ഒരേ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് മെക്കാനിസം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വയലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തതായി പറയുന്നത് ഇൻ്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ഫ്രീഡത്തെക്കുറിച്ചാണ്. December 10, 1948 ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നത് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആസ് എ ഹ്യൂമൻ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെൻറ്റ് ഫോർ ഓൾ പീപ്പിൾ ആൻഡ് നേഷൻ എന്നുള്ളതാണ്. തുടർന്ന് ഈ റൈറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് റൈറ്റർ പറയുന്നു. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. These rights can be broadly divided into two kinds. The first refer to civil and political rights, which include the right to life, liberty and security of person, freedom from slavery and torture, equality before the law, protection against arbitrary arrest, detention or exile, the right to a fair trial, the right to own property, political participation, the right to marriage, the fundamental freedoms of thought, conscience and religion, opinion and oppression, freedom of peaceful assembly and association, and the right to take part in the government of his or her country directly or through freely chosen representatives. And the second are economic, social and cultural rights, which relate to, amongst others, the right to work, equal pay for equal work, the right to form and to join trade unions, the right to an adequate standard of living, the right to education and the right to participate freely in cultural life. രണ്ട് തരത്തിലുള്ള റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. അതിലേക്ക് വരുന്നതാണ് ജീവിക്കാനുള്ള ഫ്രീഡം, സെക്യൂരിറ്റി, സ്ലേവറിയിൽ നിന്നുള്ള വിമുക്തി, ഇതൊക്കെ വരുന്നതാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനകത്ത്. പിന്നീട് വരുന്ന സെക്കൻഡിൽ പറയുന്നത് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ്. ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ഫോം ആൻഡ് ട്രേഡ് യൂണിയൻസിലൊക്കെ ജോയിൻ ചെയ്യാനുള്ളതും ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. നമ്മുടെ എക്സ്ട്രാക്റ്റിൻ്റെ എൻഡ് ഓഫ് ദ സെഷനിൽ പറയുന്നത് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്. ഡിഗ്നിറ്റിയോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ, ഒരുമയോടെ ജീവിക്കുക എന്നതാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. വിതൗട്ട് എനി ഡിഫറൻസ് ഹ്യൂമൻ റൈറ്റ്സ് എന്നത് ഡിഗ്നിറ്റിയോടെ ജീവിക്കുക എന്നത് മാത്രമാണ് അർത്ഥമാക്കുന്നത്. അവിടെ നമ്മുടെ റേസ്, കൾച്ചർ, ലാംഗ്വേജ് ഇതിനൊന്നും യാതൊരു റോളുമില്ല. ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ഡിഗ്നിറ്റിയോടെ, നമ്മളെല്ലാം ഒരു ഹ്യൂമൻ ഫാമിലിയാണ്. ഒരാൾക്കും ഒരാളെ തള്ളിപ്പറയുവാനോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാനുള്ള അവകാശമില്ല. അപ്പോൾ ഡിഗ്നിറ്റിയോടെ, അഭിമാനത്തോടെ ജീവിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രാക്റ്റ് അവസാനിക്കുന്നത്. അപ്പം നന്നായിട്ട് വായിക്കുക. ഒരുപാട് ട്രീറ്റീസ്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, ഇയേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എടുത്തെടുത്ത് റൈറ്റ്സും ഡോക്യുമെൻറ്റ്സും ട്രീറ്റീസും ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ബാക്കി വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.